ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷമ്മു സ്മാർട്ട് ഡിസൈൻസ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു തട്ടിക്കൂട്ട് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം ഈ ഒരു മെഷീൻ്റെ കാര്യങ്ങളും ഡീറ്റെയിലൊക്കെ ഞാൻ കുറച്ച് മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. അതായത് ഞാൻ ഈ ഒരു മെഷീൻ വാങ്ങിയിട്ട് എൻ്റെ സ്വന്തം മെഷീൻ വാങ്ങിയിട്ട് ഞാനൊരു 4 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 4 വർഷത്തിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ മെഷീന് സർവീസിന് കൊടുത്തത്. അതായത് ഈ 4 വർഷമായിട്ടും നമ്മൾ സർവീസിനൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം മെഷീന് അത്ര വലിയ കുഴപ്പവും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പെരുന്നാളിൻ്റെ ആ ഒരു സമയത്താണ് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ നൂല് കട്ട പിടിച്ചിട്ടും അതുപോലെ മെഷീനിൽ സ്റ്റിച്ചൊന്നും പിടിക്കാതായപ്പോൾ ആ ഒരു സമയത്താണ് കേട്ടോ മെഷീന് സർവീസിന് കൊടുത്തത്. അപ്പോൾ അന്ന് എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു ഞാൻ. ഇത് എന്തെങ്കിലും ഉപകരിക്കുമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് റഫായിട്ട് ഇതിൻ്റെ കാര്യങ്ങളും അതുപോലെ ഇന്നലത്തെ നമ്മുടെ വർക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഒന്ന് കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് കൂട്ടുകാർ വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ നമ്മളിതാ ഇന്നലെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന ടോപ്പുകളൊക്കെ ഫ്രണ്ട് പോർഷനൊക്കെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് പോർഷൻ ഈ ഒരു ഭാഗമൊക്കെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നതൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ മുകളിൽ ഐ ബട്ടണിൽ ഞാൻ ലിങ്ക് കൊടുക്കാൻ താല്പര്യമുള്ളവർ ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. 10 പീസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ 10ഉം ഞാനിതാ ഒരുമിച്ച് തന്നെ ഫ്രണ്ട് പീസൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പീസ് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷമാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഇന്നലെ രാവിലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെയാണ് ഇത് മെറ്റീരിയൽ നിങ്ങൾക്ക് വീഡിയോ ആക്കി കാണിച്ചു തന്നത്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാനൊരു 9:30 ആകുമ്പോഴത്തേനും ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മുമ്പ് എടുത്ത പോലത്തെ മെറ്റീരിയൽ അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമായിരുന്നു. അപ്പോൾ ആ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്കിൻ്റെ ഫ്രണ്ട് പോർഷനും എല്ലാം സ്റ്റിച്ച് ചെയ്ത ശേഷം അതിൽ ക്രോസ് പീസുകളൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ ബാക്ക് പീസിലും അതുപോലെ തന്നെ ക്രോസ് പീസൊക്കെ അറ്റാച്ച് ചെയ്ത് വെക്കും. അതിനുശേഷം കേട്ടോ സ്ലീവ്സൊക്കെ ജോയിൻ ചെയ്തിട്ട് നമ്മളൊന്ന് മേലടി കൊടുക്കാറ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വർക്ക് മടുപ്പ് പിടിക്കാതെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മൾ ഓരോന്നായിട്ട് സെറ്റാക്കി എടുക്കുമ്പോഴത്തേനും സമയം ഒരുപാട് പോകും. അതുപോലെ നമുക്ക് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തീരാത്ത പോലെ തോന്നും കേട്ടോ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനനുസരിച്ചിട്ട് വർക്ക് നീങ്ങാത്ത പോലെയും നമുക്ക് ആ തുണികൾ കഴിയാത്തത് കാണുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിപ്പോൾ രാത്രി എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മൾ മെഷീൻ്റെ കാര്യങ്ങളൊക്കെ മുമ്പ് എടുത്ത് വെച്ചതായിരുന്നു. ഇതിൽ കൂടെ ഞാൻ അതൊന്ന് ഫസ്റ്റ് ആഡ് ആക്കിയെന്നേ ഉള്ളൂ. ഈ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്നലെ ചെയ്ത് വെച്ച വർക്കും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഫുള്ളും മേലടിയൊക്കെ കൊടുത്ത ശേഷം സമയം 9:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മുടെ നേരെ മുമ്പത്തുള്ള താത്തയാണ് ഈ ഒരു സ്റ്റിച്ചിങ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നാണ് ഞാൻ കുറച്ച് മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും അവരിനെ ഏൽപ്പിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളൂ കേട്ടോ. കാരണം സ്ഥിരമായിട്ട് എടുക്കുന്നത് അവരാണ്, ആ ഒരു ഭാഗത്തുനിന്ന് എടുക്കുന്നത് അവരാണ്. അപ്പോൾ അതൊക്കെ ഡീൽ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആ ഒരു താത്തയാണ് കേട്ടോ. പിന്നെ ഞാനിത് സ്റ്റിച്ച് ചെയ്ത ശേഷം ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് അന്നത്തെ ഒരു ദിവസം വൈറ്റ് കളർ ലെഗിൻ ഇട്ടതുകൊണ്ട് ഈ ഒരു ടോപ്പ് ഈ ഒരു വൈറ്റ് ലെഗിന് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈറ്റ് ലെഗിനോ അല്ലെങ്കിൽ വൈറ്റ് ജീൻസിനോ ഒക്കെ നന്നായിട്ട് തന്നെ ഇത് ഇണങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ 10 ടോപ്പുകളും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം ഇങ്ങനെ ഹാങ്കറിലാണ് കേട്ടോ തൂക്കിയിടാറ്. അപ്പോൾ ചുളിവുകളൊന്നും കൂടാണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അത് ഞാൻ അവരെ ഏൽപ്പിച്ച ശേഷം ഇതാ കുറച്ച് മെറ്റീരിയൽ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അംബർല ടോപ്പിൻ്റെ കട്ടിങ്ങും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഫുള്ളും എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുന്നതും അതുപോലെ കട്ട് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ സെപ്പറേറ്റ് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് ഇതിന് ശേഷം അത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അംബ്രല്ല ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ ചോദിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു. അവർക്കൊക്കെ അതൊന്ന് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ റഫായിട്ട് ഈ ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പോൾ ഞാനത് മുഴുവനായിട്ടൊക്കെ കട്ട് ചെയ്ത ശേഷം ഇതിന് കറക്റ്റ് പറയുകയാണെങ്കിൽ തുണി തീരെ തഴഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സ്ലീവ്സ് ഒന്നും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കൂടി കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ മെഷീനൊക്കെ എത്ര വർഷം കൂടുമ്പോഴാണ് സർവീസ് ചെയ്യുകയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് താഴെ കമൻറ്റ് ഇടുക. ചെറിയൊരു ഹാർട്ടോ സ്മൈലിയോ ആയിട്ടൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ.
അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.